എളുപ്പമുള്ള ചോദ്യം ചോദിക്കണേ. എളുപ്പമുള്ള ചോദ്യം ചോദിക്കണേ. ഉറക്കെ സംസാരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ശരി, ചോദിച്ചോളൂ. വർഷങ്ങളായിട്ട് പല സമയത്തും എത്തിച്ചേരാൻ നോക്കുന്ന ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഫിലിം ആസ് എ ലാംഗ്വേജ്. കഴിഞ്ഞ പ്രാവശ്യത്തെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിലിം ആസ് എ ലാംഗ്വേജ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എപ്പോഴും ഇതൊരു മീറ്റിംഗ് പോയിന്റ് ആണ്, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കൾച്ചേഴ്സ്. പഴയ ഫ്രണ്ട്സിനെ കാണുക, കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിനെ കാണുക, എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്രാവശ്യത്തെ ഇതിന് രണ്ട് സ്പെഷ്യാലിറ്റി. ഒന്ന്, കല്യാണം കഴിഞ്ഞ് ഞാൻ വരുന്ന ഫെസ്റ്റിവലാണ്. രണ്ട്, ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ പ്രിവ്യൂ ഇന്ന് നടക്കുകയായിരുന്നു. സോ എല്ലാ രീതിയിലും IFFK ഇത്തവണ സ്പെഷ്യലാണ്. പക്ഷെ എനിക്ക് ഇന്ന് മാത്രമേ എത്താൻ പറ്റുള്ളൂ. ബാക്കി ഷൂട്ടും കുറെ ട്രാവലൊക്കെ ആയത് കാരണം ഇവിടെ ഇല്ലായിരുന്നു. ഇന്ന് വന്നു, വൈകുന്നേരം ഇവിടെ ഹാജർ വെച്ചിട്ടുണ്ട്. മറുവശം എൻ്റെ നല്ല സുഹൃത്തായ അനുരാമിന്റെ മേക്കിങ്ങിലുള്ള ഒരു സിനിമയാണ്. അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ആഴം എന്ന് പറഞ്ഞൊരു സിനിമ, അത് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. കാരണം ഒരു കൊച്ചുകുട്ടിയും എൻ്റെ ക്യാരക്ടറും ആ കൊച്ചുകുട്ടിയുടെ ക്യാരക്ടറും അത് ദുബായിൽ തുടങ്ങി, അത് കഴിഞ്ഞൊരു 10 വർഷത്തോളം വെയിറ്റ് ചെയ്ത് ബാക്കി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമ ഉടനെ തന്നെ റിലീസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്, ആഴം എന്ന് പറഞ്ഞ സിനിമ. ഇത് മറുവശം, ഇതിലൊരു സൈക്കാട്രിസ്റ്റിന്റെ ക്യാരക്ടറാണ് ചെയ്തത്. ചെറിയൊരു വേഷമാണ്, ബട്ട് സ്റ്റിൽ ഈ സിനിമയിൽ ചെറുതും വലുതും ഇല്ല എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അനുവിന് എല്ലാവിധ ഭാവങ്ങളും, ആഴമാവട്ടെ, എതിർവശാവട്ടെ, മറുവശാവട്ടെ, എല്ലാ സിനിമയ്ക്കും ആശംസകൾ. പിന്നെ ഫിലിം ഇസ് ഓൾവേസ് എ ഫിലിം, ക്ലോസ് ടു ഹാർട്ട്. നന്നായിട്ട് പോകുന്നു അല്ലേ? അടുത്ത ട്രോളിലുള്ള വകുപ്പ്. ഐ റിയലി താങ്ക് എവ്രി വൺ. സപ്പോർട്ട് ചെയ്ത എല്ലാ യൂട്യൂബേഴ്സിനും താങ്ക്സ് പറയുക തന്നെ വേണം. പിന്നെ കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് തുടരുക, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളും തുടരും. ഇതൊന്നും നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവർ, അവർ കണ്ടുകൊണ്ടിരിക്കും, അവർ കണ്ടിട്ട് ചീത്ത പറയും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ബിക്കോസ് അങ്ങനെ അവർക്ക് അവരുടെ മനസ്സിലുള്ള ഒരു അജിറ്റേഷൻ തീരുകയാണെങ്കിൽ തീരട്ടെ, നോ പ്രോബ്ലം. യാത്രകൾ പോയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പോകും, കണ്ണൂർ പോകുന്നുണ്ട്. നേരത്തെ ഹൈദരാബാദ് ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ മക്കളും കുഞ്ഞുങ്ങളും രണ്ടുപേരും, ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങളവിടെ ഹൈദരാബാദ് ഉണ്ടായിരുന്നു. അതാണ് ആൾക്കാർ ഹണിമൂൺ എന്ന് പറഞ്ഞിട്ട് വേറെ കഥയൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ട്രാവൽ, യെസ്, എപ്പോഴും ട്രാവൽ തന്നെയാ. കുഞ്ഞുമൊക്കെ രാവിലെ ഷൂട്ടിന് പോകണം, എനിക്ക് ഷൂട്ടിന് പോകണം, അങ്ങനെ ട്രാവൽ തന്നെയാ ഫുൾ ടൈം. നീ കണ്ണൂരേക്ക് പോകും, ആ ഒരു സന്തോഷം. ഞാൻ എന്ത് പറയാ, ഏട്ടൻ വന്നു, ഏട്ടൻ സംഭവം വെച്ചാല് ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പറ്റിച്ചല്ലേ. എന്റെ കൂട്ടിക്കൊണ്ടുവന്നത് ഇങ്ങോട്ട് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞ. അപ്പൊ ഏട്ടന്റെ മൂവി ഫ്രണ്ട്സും എല്ലാവരെയും ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ കണ്ടു. അയ്യോ ഏട്ടന്റെ മൂവി ഇന്നതാ, എനിക്ക് സത്യം പറഞ്ഞ സർപ്രൈസ് ആയിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. മക്കളോടും പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ട്, റെഡി ആയിക്കോ. ഇല്ല ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. കണ്ടില്ലേ, നമ്മൾ പ്രിവ്യൂ ആയിരുന്നു. ഞങ്ങൾ എത്തിയപ്പോ തന്നെ എന്തോ ഒരു സ്ട്രൈക്ക് നടക്കുന്ന കാരണം റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എത്തിയപ്പോഴേ ലേറ്റ് ആയി. പിന്നെ അനുരാമിനെ കാണണം, വിഷ് ചെയ്യണം, പോകണം, അത്രയായിരുന്നു അജണ്ട. കണ്ടു. തീർച്ചയായിട്ടും വരും. അത് തന്നെ, അടുത്ത പ്രാവശ്യം കുറെ ഫിലിംസ് കാണാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ. കാരണം ഇപ്രാവശ്യം ഞാൻ ഇന്ന് എത്തിയുള്ളൂ, ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. 13-ാം തീയതി തൊട്ട് ട്രാവലിംഗ് ആയിരുന്നു, ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ. സോ ഞാൻ മൂവി ചെയ്യാൻ പോയിട്ടല്ലേ വൈകിയത്? അതെ, അങ്ങനെ പറ. ഒരു മൂവിയുടെ ഷൂട്ടിലായിരുന്നു, ഒറ്റപ്പാലത്തായിരുന്നു. അത് കഴിഞ്ഞ് എത്തിയതായിരുന്നു. ഞാൻ സീരിയൽ 2 അല്ലേ, സൂര്യയില് പുതിയത് അത് പറഞ്ഞു. ജനുവരിയിൽ ഒരു പടം റിലീസ് ഉണ്ട്, ആരണ്യം. ഇപ്പൊ സീരിയല് ഫ്ലവേഴ്സില് സുഗമോദേവി, സൂര്യയില് പുതിയത് വരാനുണ്ട്, ആതിര. അവൻ പിന്നെ അവരെന്ത് പറയാൻ, തെലുങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ആവും. അവനെ ആ പയ്യനെ കാണാത്തോണ്ടാണ് അവനിതാ. യൂട്യൂബറെ കണ്ടില്ല എന്നുള്ള വിഷമം.
ആ ഒന്ന് കാണിച്ചു തരാം, നോക്കാം നമുക്ക്. ഇത് നമുക്ക് കണ്ടുപിടിക്കാം ദേവാ. പിന്നെ തല പൊക്കിയ പാട്ട് പാടാൻ പറയുമെന്ന് പേടിയില്ല, അതുകൊണ്ട് പൊക്കൂല. ആ അതാണ് അത് തന്നെ. All right. Thank you.